ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫ്രണ്ടിൽ മാത്രം കോട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു യൂണിഫോമാണ് ഇന്ന് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അവൻ ടോപ്പിൽ നെക്ക് നമ്മൾ കോളറായിട്ട് വെച്ചത് നല്ല ഇതേപോലെയുള്ള ചൈനീസ് കോളറാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ ഫ്രണ്ടിൽ കോട്ട്, ബാക്കിൽ നമുക്ക് ചുരിദാർ മോഡൽ തന്നെയാണ് കേട്ടോ. ഫ്രണ്ടിൽ മാത്രമാണ് ഈ ഒരു കോട്ട് അറ്റാച്ച് ചെയ്തത്. ടോപ്പിൻ്റെ ഫ്രണ്ടിൽ പാക്കറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതേപോലെ ബാക്കിൽ നമ്മൾ കണ്ടാൽ ചുരിദാർ കോട്ടൊന്നും ഇല്ലാത്തൊരു ചുരിദാറാണ് കേട്ടോ. ഫ്രണ്ടിൽ മാത്രമാണ് കോട്ട് അറ്റാച്ച് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങും എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിന് വേണ്ടി കോട്ടിനുള്ളതും ടോപ്പിനുള്ളതും ഞാനിവിടെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ആദ്യം സാധാരണ നമ്മൾ ചുരിദാർ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ടോപ്പ് കട്ട് ചെയ്തെടുക്കുക. യൂണിഫോമിൻ്റെ ചുരിദാർ ടോപ്പ് എങ്ങനെ കട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഷോൾഡർ കുറച്ച് ഒരു 1/2 ഇഞ്ചൊക്കെ ഏറെ ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. അതിനു വേണ്ടി ക്ലോത്ത് 4 ഫോൾഡറാക്കി മടക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അത് അടയാളപ്പെടുത്തുക. യൂണിഫോമിൻ്റെ ടോപ്പൊക്കെ കട്ട് ചെയ്യുന്നതൊക്കെ ഇതിന് മുന്നേ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ട് അതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുരിദാർ കട്ട് ചെയ്യുന്നതല്ലല്ലോ, കോട്ട് കട്ട് ചെയ്ത് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ടോപ്പ് കട്ട് ചെയ്യുന്നതൊന്നും വിശദമായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലാണ് കൊടുക്കുന്നുണ്ട് യൂണിഫോമിൻ്റെ ടോപ്പ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ചുരിദാറിൽ ഈ കോട്ട് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതും എങ്ങനെ കട്ട് ചെയ്യേണ്ടതൊക്കെ വിശദമായിട്ട് ഈ വീഡിയോയിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഫാമിലി ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ടോപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി കോട്ട് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ മാത്രമാണ് നമ്മൾ കോട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ക്ലോത്ത് 2 ഫോൾഡറാക്കി ആ തേർവശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ 2 ഫോൾഡറാക്കി മടക്കി വെക്കുക. ഇനി തേർവശത്ത് നിന്നും 4.5 ഇഞ്ച് അടയാളപ്പെടുത്താം. കണ്ടല്ലോ, ഇതേപോലെ 4.5 ഇഞ്ച് എല്ലാ ഭാഗത്തും അടയാളപ്പെടുത്തി ലൈൻ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ലെങ്ത്ത് നമുക്ക് എത്രയാണോ അത് അടയാളപ്പെടുത്തി അതിലേക്ക് 1.5 ഇഞ്ച് സീം അലവൻസും ചേർത്ത് അടയാളപ്പെടുത്തുക. കണ്ടല്ലോ, ഇതേപോലെ ആ ഒരു എഡ്ജ് കറക്റ്റായി കിട്ടാൻ വേണ്ടി ഒരു ലൈൻ കൊടുക്കുന്നുണ്ട്. ഇനി ഈ ലൈനിൽ നിന്നും നമ്മുടെ ലെങ്ത്ത് അടയാളപ്പെടുത്താം. അപ്പോൾ ലെങ്ത്ത് നമുക്ക് 20 ആണെങ്കിൽ അതിലേക്ക് 1.5 ഇഞ്ച് ആഡ് ചെയ്യുക, അല്ലെ 1 ഇഞ്ച് ആഡ് ചെയ്യുക. എന്നിട്ട് ആ നമുക്ക് കിട്ടിയ അളവിൽ നിന്നും മുകളിലേക്ക് 2.5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തെടുക്കുക. അതെന്തിനാ അറിയോ, നമുക്ക് കോട്ടിൻ്റെ ആ ഒരു മടക്കുണ്ടല്ലോ അത് മടക്കുമ്പോൾ ക്രമത്തിൽ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ 2.5 ഇഞ്ച് ഇതേപോലെ മുകളിലേക്ക് നമ്മുടെ അളവിൽ നിന്നും സീം അലവൻസൊക്കെ ചേർത്തതിന് ശേഷം 2.5 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ ഒരു ടോപ്പ് എടുത്ത് നമ്മൾ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ കറക്റ്റ് വെച്ചിട്ട് ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇതേപോലെ വെച്ച് നമ്മൾ ഈ ഒരു ആം ഹോളും ഒരു ഷേപ്പൊക്കെ ഇതേ അളവിൽ തന്നെ വരച്ചെടുത്ത് കട്ട് ചെയ്യാം. കണ്ടല്ലോ, ഇതേ ഷേപ്പിൽ തന്നെ വരച്ചെടുത്തു. ഇനി നമ്മുടെ ആ ടോപ്പൊന്ന് മാറ്റാം. എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക്
2.5 ഇഞ്ച് അടയാളപ്പെടുത്താം. നല്ല മുകൾ ഭാഗത്തേക്ക് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതേപോലെ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു ഭാഗം ഇതേപോലെ ആ ഉള്ളിലേക്ക് മടക്കുക. നമ്മുടെ ആ ലൈൻ ഉണ്ടല്ലോ, 4.5 ഇഞ്ച് അടയാളപ്പെടുത്ത ലൈന് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ഏറ്റവും താഴെ നിന്ന് മുകളിലേക്ക് 2 ഇഞ്ചും സൈഡിലേക്ക് 2 ഇഞ്ചും അടയാളപ്പെടുത്തുക. കണ്ടല്ലോ, വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. നല്ല ഈ ഭാഗത്തേക്കും മുകളിലേക്കും അടയാളപ്പെടുത്തുക. എന്നിട്ട് അതൊന്ന് ക്രോസായി വരക്കുക. അതേപോലെ നമ്മൾ ഈ ഭാഗത്ത് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഇതേപോലെ വരച്ചെടുക്കുക. കണ്ടല്ലോ, ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടി. ഇനി ഏറ്റവും മുകളിൽ ആ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നിന്നും ഷോൾഡറിലേക്ക് ചെരിഞ്ഞൊരു ലൈൻ കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ. കണ്ടല്ലോ, ഇതേപോലെ നമ്മൾ ചെരിഞ്ഞ ലൈൻ കൊടുത്തു. ഷോൾഡറിലേക്ക് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നും ഇതേപോലെ ചെരിഞ്ഞ ലൈൻ കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു വരച്ച ലൈനിലൂടെയൊക്കെ കട്ട് ചെയ്തെടുക്കാം. കണ്ടല്ലോ, നമ്മൾ എക്സ്ട്രാ 4.5 ഇഞ്ച് തേര് വശത്ത് ഇട്ടില്ല. ആ ഭാഗം ഇതേപോലെ മടക്കി വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കോട്ടിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. കണ്ടല്ലോ, ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു നോച്ചിട്ട് അടയാളപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഈ മടക്ക് മനസ്സിലാവാനാണ് കേട്ടോ ഈ ഒരു നോച്ചിട്ടത്. ഇനി നമുക്ക് ഇതെങ്ങനെയെന്ന് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണാം. അടുത്തതായി പോക്കറ്റിന് വേണ്ടി നമുക്ക് അടയാളപ്പെടുത്താം. കണ്ടല്ലോ, ലെങ്ത്തിൽ നിന്നും 14.5 ഇഞ്ച് അല്ലെങ്കിൽ 15 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ പോക്കറ്റിന് വേണ്ടി അടയാളപ്പെടുത്താം. അതിനുവേണ്ടി പോക്കറ്റിന് വേണ്ടി ഞാനിവിടെ ഒരു 14, 14.5 അല്ലെങ്കിൽ 15 ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ അടയാളപ്പെടുത്തുന്നുണ്ട്. അതേപോലെ വിഡ്ത്ത് 2.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി പോക്കറ്റ് മൗത്ത് 5 ഇഞ്ചിലൊക്കെ അടയാളപ്പെടുത്താം. ഇനി നമുക്ക് 7 ഇഞ്ച് വിഡ്ത്തിലും ഒരു 15 ഇഞ്ച് ലെങ്ത്തിലുള്ളൊരു ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ണിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതേപോലെ തന്നെ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കും. 2 പോക്കറ്റാണ് വെക്കുന്നത്. ഇനി പോക്കറ്റിന് വേണ്ടി 2 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ ഒരു ലൈൻ കൊടുക്കുക. കണ്ടല്ലോ, 5 ഇഞ്ച് ഓപ്പൺ പോക്കറ്റ് മൗത്തിന് വേണ്ടി അടയാളപ്പെടുത്തുന്നത്. ഇതേപോലെ ഒരു ലൈൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഓരോ ഭാഗത്തേക്കും 1/4 ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്താം. ഇതേപോലെ അടയാളപ്പെടുത്തി ചതുരത്തിൽ വരച്ചെടുക്കുക. ഒരു പെട്ടിക്കോളമായി വരച്ചെടുക്കുക. കണ്ടല്ലോ, വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തി ഓരോ മൂലയിലേക്കും ഇതേപോലെ ക്രോസ് ആയിട്ടൊന്ന് വരച്ചെടുക്കുക. ഇനി അടുത്ത പീസിനും ഈ ഒരു പകർപ്പ് അച്ചടിക്കുക. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യൽ കേട്ടോ. കണ്ടല്ലോ, അടുത്ത പീസിൽ നമ്മളിത് അച്ചടിച്ചു. ഇതേപോലെ ഒന്ന് വരച്ച് എടുക്കുക. അപ്പോൾ ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. കണ്ടല്ലോ, ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതിൽ പോക്കറ്റ് വെക്കണം. അതേപോലെ ഇതിൽ ആ ഒരു മടക്കുണ്ടല്ലോ മേലെ വരുന്ന, അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. കണ്ടില്ല, നമ്മൾ നോട്ടിച്ചിട്ട് അടയാളപ്പെടുത്തിയ ഒരു ഭാഗം ഇതേപോലെ കറക്റ്റാക്കി പിടിച്ച് മടക്കി വെക്കുക. അപ്പം ഈ കോട്ടിൻ്റെ ചീത്തവശത്തേക്കാട്ട് ഇതേപോലെ മടക്കി വെക്കേണ്ടത്. അങ്ങനെ 2 ഭാഗവും നമ്മൾ ഇതേപോലെ മടക്കി വെച്ച് കണ്ടല്ലോ, 2 ഭാഗവും ചീത്തവശത്തേക്ക് ഇതുപോലെ മടക്കി വെക്കുക. എന്നിട്ട് ആ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ മേലെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന് താഴേക്ക് 8 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതേപോലെ മറിച്ചിടുക. അപ്പം ഈ ഒരു ഭാഗത്ത് 8 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത് കേട്ടോ. ഇനി ആ ഭാഗത്ത് നിന്നും കൈ ഇങ്ങനെ കുത്തി വെച്ചതിന് ശേഷം ആ ഷോൾഡറിൻ്റെ മടക്ക് ഇതേപോലെ വലിച്ച് മടക്കി വെക്കുക.
ഇങ്ങനെ മടക്കി വെച്ച് ഒന്ന് പിൻ ചെയ്ത് വെക്കാം. കണ്ടില്ലേ, ഇതേപോലെ ആ 8 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് കറക്റ്റാക്കി പിടിച്ച് ഇതേപോലെ പിൻ ചെയ്ത് വെക്കുക. കണ്ടല്ലോ, ഈ ഒരു ഷോൾഡർ ഇതേപോലെയാണ് വരേണ്ടത്. കണ്ടല്ലോ, ബാക്കി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാനുള്ള കേട്ടോ. അപ്പോൾ ഷോൾഡർ ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റേ ഭാഗവും ഇതേപോലെ തന്നെ 8 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് കൈ കുത്തി ഇതേപോലെ വലിച്ച് മടക്കി പിടിക്കുക. അല്ല, മേലെ നമ്മൾ എക്സ്ട്രാ 2.5 ഇഞ്ചല്ലേ അടയാളപ്പെടുത്തിയത്, അതേപോലെ ഇവിടെയും 2 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്നും താഴേക്ക് 8 ഇഞ്ച് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോൾഡർ. ഈ താഴേക്ക് 8 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ കൈ വെച്ച് മുകളിലേക്ക് ആദ്യം മടക്കിയതുപോലെ തന്നെ മടക്കി വെക്കുക. അപ്പോൾ ഇതേപോലെ മടക്കി വെച്ചതിന് ശേഷം നല്ലൊന്ന് അയൺ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ 2 സൈഡ് നമ്മൾ ഇതേപോലെ മടക്കി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആണല്ലോ, ഇനി നമ്മൾ ഏറ്റവും താഴെയുള്ള ആ ഒരു ക്രോസ് ഉണ്ടല്ലോ, അത് ഇതേപോലെ നല്ല വശവും ചേർത്ത് വെക്കുക. അപ്പോൾ ആദ്യം നമ്മൾ മടക്കിയത് ചീത്തവശത്തേക്കാണ്. അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വശവും ചേർത്ത് വെച്ച് ഇതേപോലെ ആ ഒരു കട്ട് ചെയ്തത് നേരെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. ആണല്ലോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഇനി ചെറിയ കട്ടുകൾ കൊടുത്ത് മറിച്ചിടുക. കണ്ടല്ലോ, ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു യൂണിഫോമിൻ്റെ കോട്ട് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗവും ഇതേപോലെ തന്നെ നല്ല വശവും ചേർത്ത് ആ ക്രോച്ച് ഏരിയ എല്ലാവരും ക്രോസ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് എഡ്ജ് ഇതേപോലെ മടക്കി കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ, ഇല്ലെങ്കിലും കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കോട്ട് ഫ്രണ്ടിൽ മാത്രം കോട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് കേട്ടോ. കണ്ടില്ല, ഈ ഒരു ഭാഗം കറക്റ്റായിട്ടൊന്ന് മടക്കി നിർത്തുക. ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ നിർത്തുക. ഇനി അടുത്ത ഭാഗവും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, 2 ഭാഗവും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ടോപ്പിൽ അറ്റാച്ച് ചെയ്യണം. അതിന് മുമ്പേ നമുക്ക് പോക്കറ്റും കൂടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അറ്റാച്ച് ചെയ്യാം. അപ്പോൾ പോക്കറ്റ് ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം വരച്ചെടുത്ത ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ കറക്റ്റാക്കി ഇതേപോലെ വെച്ച് ആ ഒരു പെട്ടിക്കോളമാക്കി സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മിഡിൽ കണക്കാക്കി പിടിച്ച് ഒരു കട്ട് കൊടുത്ത് അതിൻ്റെ ആ ഒരു ക്രോസുള്ള ഭാഗം ഉണ്ടല്ലോ, ക്രോസിൽ വരച്ച ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മറിച്ചിട്ട് സാധാരണ നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ അതിന് മുന്നേ വിട്ടിട്ടുണ്ട്. അപ്പം പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമ്മളെ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഒരു പ്രസ് സ്റ്റിച്ചും കൂടി കൊടുക്കാനുണ്ട്.
നമ്മളിപ്പോൾ ആ ഒരു 8 ഇഞ്ച് പോയിൻ്റ് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നും താഴേക്ക് 1/4 ഇഞ്ച് അകലത്തിൽ 2 ഭാഗത്തും ഒന്ന് പ്രസ്തിച്ച് കൊടുക്കുക. ഇതേപോലെ 1/4 ഇഞ്ച് അകലത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. കണ്ടല്ലോ, ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ കെട്ടിട്ട് നിർത്തി എടുക്കുക. കണ്ടല്ലോ, ഇതേപോലെ 2 ഭാഗത്തും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു കോട്ട് അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ 2 സൈഡും ഒരു പ്രസ്തിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുത്ത് ഷോൾഡറിൽ ഇതേപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് മുന്നേ നമുക്ക് നെക്ക് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ചൈനീസ് കോളറാണ് ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി 2.5 ഇഞ്ച് വിഡ്ത്തിൽ അടയാളപ്പെടുത്തുക. അതേപോലെ 3 ഇഞ്ച് ലെങ്ത്ത് എടുത്ത് കട്ട് ചെയ്തെടുക്കുക. നെക്ക് കട്ട് ചെയ്യുക. ഫ്രണ്ട് നെക്ക് 3 ഇഞ്ച് ലെങ്ത്തും 2.5 ഇഞ്ച് വിഡ്ത്തും. അതേപോലെ ബാക്ക് ലെങ്ത്ത് 3/4 ഇഞ്ച് ലെങ്ത്ത് മതി കേട്ടോ. 2.5 ഇഞ്ച് വിഡ്ത്തും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കോട്ട് ഇതിൽ അറ്റാച്ച് ചെയ്യാനുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ആ കോട്ട് ഇതിൽ ഫ്രണ്ട് പാർട്ടിൽ അറ്റാച്ച് ചെയ്യാനുണ്ട്. കണല്ലോ, ബാക്ക് നെക്ക് ഇതുപോലെ ഫ്രണ്ട് നെക്ക് വെച്ചതിന് ശേഷം വിഡ്ത്ത് അടയാളപ്പെടുത്തി 3/4 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ഈ ചൈനീസ് കോളർ ആയതുകൊണ്ട് ഓപ്പൺ വേണമല്ലോ. അപ്പം പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതിന് വേണ്ടി 6 ഇഞ്ച് ലെങ്ത്തിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് കട്ട് ചെയ്ത് താഴെ എത്തുമ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു ക്രോസിൽ 1/2 ഇഞ്ച് വിഡ്ത്തിൽ ഇതുപോലെ കട്ട് ചെയ്യുക. കണ്ടല്ലോ, ഇതേപോലെ 1/2 ഇഞ്ച് വിഡ്ത്തിൽ കട്ട് ചെയ്യുക. അത് നമുക്ക് പ്ലാക്കറ്റ് അറ്റാച്ച് ചെയ്യാനുള്ള കേട്ടോ. അപ്പോൾ ഇനി പ്ലാക്കറ്റ് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. 2.5 ഇഞ്ച് വിഡ്ത്തിൽ 2 പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീത്ത വശത്ത് വെച്ച് പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നല്ല വശത്തേക്ക് മറിച്ച് സാധാരണ നമ്മൾ പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലേ, നമ്മൾ ഒരു 1/2 ഇഞ്ചിൽ കട്ട് ചെയ്ത ഭാഗത്ത് സ്റ്റിച്ചിങ് നിർത്തി എടുക്കുക. കണ്ടല്ലേ, ഒരു ഭാഗത്ത് നമ്മൾ അറ്റാച്ച് ചെയ്തു. 1/4 ഇഞ്ച് വിഡ്ത്തിൽ ഇതേപോലെ 2 ഭാഗത്തും ആ ഒരു പീസ് അറ്റാച്ച് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്ത ഒരു ക്രോസിൽ കട്ട് ചെയ്ത 1/2 ഇഞ്ച് ക്രോസിൽ കട്ട് ചെയ്ത ഭാഗം വരെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് നല്ല ഭാഗത്തേക്ക് മറിച്ചിട്ട് ആ സ്റ്റിച്ചിൻ്റെ എഡ്ജ് കാണാത്ത വിധത്തിൽ കവർ ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ആദ്യം ഈ ഒരു പീസിൻ്റെ എഡ്ജ് മടക്കി സ്റ്റിച്ച് ചെയ്യുക. അല്ലെങ്കിൽ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ മടക്കി വെച്ച് ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ എഡ്ജ് കാണാത്ത വിധത്തിൽ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇതേപോലെ.
കണ്ടല്ലോ, ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്തതും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ബാൻഡിൻ്റെ എഡ്ജ് 1/2 ഇഞ്ചിൽ മടക്കുക. എന്നിട്ട് ഇതേപോലെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ എഡ്ജ് കാണാത്ത വിധത്തിൽ കവർ ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ കറക്റ്റാക്കി നമുക്ക് താഴേക്കിടാനുള്ള ഭാഗം ഇതേപോലെ കറക്റ്റാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉള്ളിലേക്ക് ഈ ഒരു ഭാഗത്തുള്ളതിൻ്റെ ബാൻഡ് ഉള്ളിലേക്ക് ഇടുക. എന്നിട്ട് ഇതേപോലെ കണ്ടല്ലോ, ഇതേപോലെ സൂചി ഉയർത്തിയതിന് ശേഷം കണ്ടല്ലോ, ഇതേപോലെ രണ്ടും ഒരേ ലെവലിൽ വരുന്ന രീതിക്ക് വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഇതേപോലെ തിരിച്ച് ഒരു സ്റ്റിച്ച് കൊടുത്ത് താഴേക്ക് കൊണ്ടുപോവുക. കണ്ടല്ലോ, വീഡിയോയിൽ കാണുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, കറക്റ്റ് നമുക്ക് കിട്ടി. ഇനി ഈ ഭാഗത്ത് കറക്റ്റാക്കി പിടിച്ച് മടക്കി കറക്റ്റാക്കി നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ എഡ്ജ് കാണാത്ത വിധത്തിൽ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. കാരണം ഇതേപോലെ നമുക്ക് 2 ഇഞ്ച് അകലത്തിൽ ഈ ഒരു ബാൻഡ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. കാരണം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ബാൻഡിൻ്റെ 2 എഡ്ജും കറക്റ്റാക്കി മടക്കി ഏറ്റവും താഴെയുള്ള ഭാഗവും മടക്കി ചതുരത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഇതേപോലെ മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കുക. കണ്ടല്ലോ, വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യണേ. അപ്പോൾ ഞാൻ പറയണേ മനസ്സിലായിട്ടില്ലെങ്കിലും വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒക്കെ ചെയ്ത് നോക്കി. കണ്ടല്ലോ, നമ്മുടെ പ്ലാക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പ്ലാക്കറ്റ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കോട്ട് അറ്റാച്ച് ചെയ്യാം. അതിനുവേണ്ടി ഓരോ ഭാഗത്തും ഷോൾഡറിൽ കറക്റ്റാക്കി വെക്കുക. അല്ല, ആദ്യം ആം ഹോള് കറക്റ്റാക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കട്ടിങ് ഒരേ ലെവലിൽ കട്ട് ചെയ്തത്. അപ്പോൾ ഒരേ ലെവലിൽ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റാക്കി കട്ട് ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ല, ഈ ഒരു എഡ്ജ് ഭാഗത്ത് കുറച്ച് ഒരു 3/4 ഇഞ്ച് അകലം വേണം കേട്ടോ. നമുക്ക് കോളറൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ളല്ലേ. കണ്ടില്ല, ഇതേപോലെ ആം ഹോളൊക്കെ കറക്റ്റാക്കി വെച്ച് അതിൻ്റെ സൈഡ് കോട്ട് നമ്മുടെ ടോപ്പിലേക്ക് കോട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഇതേപോലെയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെയാണ് നിങ്ങളും ചെയ്യുന്നത് എങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഇനി ഇതേപോലെ തന്നെ അടുത്ത ഭാഗവും സൈഡ് ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുക. കണ്ടില്ല, ഇതേപോലെ സൈഡ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി ഒരു 3/4 ഇഞ്ച് അകലത്തിൽ വേണം ഈ ഒരു കോട്ടിൻ്റെ എഡ്ജ് വരുന്ന രീതിക്ക് വെക്കാൻ. കണ്ടില്ല, ഇതേപോലെ കറക്റ്റാക്കി വെക്കുക. ആം ഹോൾ സ്റ്റിച്ച് ചെയ്യുക.
അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെയാണ് ഞാൻ ഈ യൂണിഫോമിൻ്റെ കോട്ട് അറ്റാച്ച് ചെയ്തത്. അപ്പം ഇതേപോലെയാണെങ്കിൽ നിങ്ങളും കമൻറ്റിൽ അറിയിക്കണേ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രീതി എൻ്റെ കമൻറ്റിലൊന്ന് അറിയിക്കണേ. കണ്ടല്ലോ, അപ്പം നമ്മൾ ഷോൾഡർ ഇവിടെ അറ്റാച്ചിങ് കഴിഞ്ഞു. ഈ ആം ഹോളും ഇതേപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിങ്ങനെയാണ് ഈ ഒരു യൂണിഫോമിൻ്റെ സ്റ്റിച്ചിങ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നതെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക, അല്ലെങ്കിൽ ഇതിലും വ്യത്യസ്ത രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അതും കൂടെ കമൻറ്റിൽ അറിയിക്കണേ. അപ്പം നമ്മുടെ നാട്ടിൽ ഹൈസ്കൂളിൽ ഈ പ്രാവശ്യം പുതിയ യൂണിഫോം വന്നതാട്ടത്. സാധാരണ സെപ്പറേറ്റ് ആയിട്ടാണ് കോട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ കോട്ടിൽ തന്നെ ചുരിദാറിൻ്റെ ടോപ്പിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ഇപ്പോൾ പുതിയത് വന്നതാണ്. അപ്പം ഇതേപോലെയാണ് ഞാൻ ഈ യൂണിഫോം സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഇതേപോലെയാണ് എല്ലാവരും സ്റ്റിച്ച് ചെയ്യുന്നത് എങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. ഇനി നമ്മൾ സാധാരണ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത് പോലെ തന്നെ ബാക്ക് പീസ് എടുത്ത് ഇതേപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് സാധാരണ നമ്മൾ സ്ലീവും ചുരിദാറിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റിൽ അറിയിക്കണേ. അപ്പം മറ്റുള്ളവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ വിടുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ മാത്രം കോട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി. ഇനി സ്ലീവും അറ്റാച്ച് ചെയ്ത് സൈഡൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ കണ്ടല്ലോ, സ്ലീവ് അറ്റാച്ച് ചെയ്തു, സൈഡൊക്കെ നമ്മൾ സാധാരണ ചുരിദാർ ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടി. ഇനി നമുക്ക് കോളർ അറ്റാച്ച് ചെയ്യാനുണ്ട്. ചൈനീസ് കോളർ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കോളർ കട്ട് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബട്ടണൊക്കെ വെച്ച്, ബട്ടൺ ഞാൻ വെക്കലില്ല കേട്ടോ, കടയിൽ പോയി വെക്കല. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ കാണാം. കണ്ടല്ലോ, ഇതേപോലെ കറക്റ്റാക്കി പിടിച്ച് നമ്മൾ കോളറിന് വേണ്ടി അളവെടുക്കുക. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ മിഡിൽ കണക്കാക്കി പിടിച്ച് കറക്റ്റാക്കിയിട്ട് അളവെടുത്തപ്പോൾ 8 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ നമുക്കിനി അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടല്ലോ, നമ്മളിവിടെ കോളർ കട്ട് ചെയ്തെടുത്തു. അതേപോലെ ഒരു പീസിൽ ഇതേപോലെ അറ്റാച്ച് ചെയ്തിട്ടോ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് ടോപ്പിൽ നെക്കിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ കോളർ അറ്റാച്ചിങ് കഴിഞ്ഞിട്ട് നമുക്ക് ബട്ടൺ ഹൗസ് പോയിട്ട് ബട്ടണൊക്കെ വെച്ച് കാണാം കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കോട്ട് അറ്റാച്ചിങ് ആണ് കേട്ടോ. അപ്പം കോട്ട് അറ്റാച്ചിങ് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടോ? എന്തായാലും കമൻറ്റ് അറിയിക്കണേ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് ഇതേപോലെയുള്ള വീഡിയോ ഒക്കെ വിടുന്നത്. അപ്പോൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള വീഡിയോ സ്റ്റിച്ചിങ് താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ഇടാതെ ആരും പോവല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ മാത്രം കോട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്.
നമ്മൾ കോളർ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ടോപ്പിൽ അറ്റാച്ച് ചെയ്യാം. നല്ല മിഡിൽ കണക്കാക്കി നോച്ചിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം കോളറിൻ്റെ മിഡിലും കണക്കാക്കി അടയാളപ്പെടുത്തി ഇതേപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബട്ടണൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ഈ ഒരു ഫ്രണ്ടിൽ മാത്രം കോട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ചുരിദാർ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ മാത്രം കോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു മോഡൽ അടിപൊളിയായി വന്നിട്ടുണ്ട്. ബാക്കിൽ കണ്ടല്ലോ ഇതേപോലെ ചുരിദാർ മോഡലാണ് വന്നിട്ടുള്ളത്. കണ്ടല്ലോ ചുരിദാർ തന്നെയാണ്, പക്ഷേ ഫ്രണ്ടിൽ കോട്ട് അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.